Hello students, in our last class we have completed the poem I wrote a letter to myself, isn't it? I wrote myself a letter. So we have completed the question answers also. Today we are going to see some activities of that lesson. Okay, we can start now. So this activity 1 I already have given you the answers. Now activity 2, look at the following expressions from the story. A good harvest, new coins, a strong wind. Okay, in the above expressions, the underlined words tell us more about the head words. Harvest, coins and wind. Here the underlined words tell us about the number and quality of the head word. Okay, so what they are saying here is there is a head word is there. Okay, head word in the sense the name of a person, a place, things, animals, birds, whatever. Okay, noun. Generally we used to say no noun പറഞ്ഞാൽ that's a naming word. Okay, name of something. So ആ noun ആ name describe ചെയ്യാൻ വേണ്ടിയിട്ട് we are having some words. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ അല്ലേ, അതാണ് ആ noun. ഫോർ എക്സാമ്പിൾ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കൃഷിയിൽ ഹാർവെസ്റ്റ് ചെയ്യൂലേ, അത് നൗണാണ്. ഹാർവെസ്റ്റ് ഇസ് എ നെയിം. അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഇവിടെ വേർഡ്. എങ്ങനത്തെ ഹാർവെസ്റ്റ് ആണ്? എ ഗുഡ് ഹാർവെസ്റ്റ്. ഓക്കെ, നല്ല ഒരു ഹാർവെസ്റ്റ് ആണ്. സോ ആ ഹാർവെസ്റ്റ് എങ്ങനെ, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബോയ് എന്ന് പറയാണ്, എ ബോയ്. ഓക്കെ, എ ബോയ് എന്ന് പറയുമ്പോൾ അതൊരു ബോയ്, ഒരു നെയിമാണ്. ഓക്കെ, ഒരു ആൺകുട്ടി. സോ അതേ സെയിം തിങ് എ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ വി ആർ ടെല്ലിങ് സം മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഹിം. അവൻ ഒരു നല്ല കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അവനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എ ഗുഡ് ബോയ്. ഓക്കെ, ദെൻ അതേപോലെ എ ഹാൻസം ബോയ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ വി ആർ ഗിവിങ് സം മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി നൗൺ, അബൌട്ട് ദ പേഴ്സൺ. അതർവൈസ് ഇവിടെ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്, ന്യൂ കോയിൻസ്. ഇവിടെ കോയിൻസ് എന്നുള്ളത് ആൻഡ് അഗൈൻ കോയിൻസ് എന്നുള്ളത് ഇറ്റ്സ് എ ഹെഡ് വേർഡ്, ദറ്റ് ഈസ് നൗൺ. ഓക്കെ, ഒരു സാധനത്തിൻ്റെ പേരാണ് ഈ കോയിൻസ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനത്തെ കോയിൻസ് ആണ്? ന്യൂ കോയിൻസ് ആണ്. ന്യൂ കോയിൻസ്, ഓൾഡ് കോയിൻസ് ഉണ്ട്. അപ്പോൾ അഗൈൻ വി ആർ ഗിവിങ് വൺ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ, ദറ്റ് ഈസ് കോയിൻ. കോയിൻ എങ്ങനത്തെ കോയിനാണ്? ന്യൂ കോയിൻ ആണ്. Okay, we are telling about the quality of the coin. And then next one, a strong wind. Again ഇവിടെ ഹെഡ് വേർഡ് വിൻഡ് ആണ്. നെയിം ഓഫ് സംതിങ്, നൗൺ ആണ്. ഓക്കെ, ഇറ്റ്സ് എ നെയിം. വിൻഡ് എന്നുള്ളത് കാറ്റിന് അല്ല, ഒരു നെയിം അല്ല. അപ്പോൾ വിൻഡ് എങ്ങനത്തെ വിൻഡാണ്? സ്ട്രോങ് വിൻഡാണ്. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രോങ് വിൻഡ്. അപ്പോൾ ഇറ്റ്സ് ടെല്ലിങ് അഗെയിൻ ആ സ്ട്രോങ് വിൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൻഡിന് ഇങ്ങനെ നോർമലായിട്ട് പറയുന്നതിനെക്കാട്ടിലും സ്ട്രോങ് വിൻഡ് പറയുമ്പോൾ അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനത്തെ വിൻഡായിരുന്നു? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൻഡായിരുന്നു, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് വേ some words are used to describe the quality or the number of the head word. Okay, head word in the sense the noun. നൗണിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ നമ്പർ. ഓക്കെ, ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ വേർഡ്സിന് നമ്മൾ എന്ത് പറയും? അഡ്ജക്റ്റീവ്. ഓക്കെ, ഡിസ്ക്രൈബിങ് വേർഡ്സ്. Adjective, that is describing the noun. Adjective describing the noun. It's a grammar topic. Okay, നമ്മൾ ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന് പറയും, അതിന് അഡ്ജക്റ്റീവ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹെഡ് വേർഡ് എന്ന് പറയുമ്പോൾ നെയിമാണ്, നൗണാണ്. ഓക്കെ, ഹാർവെസ്റ്റ് എന്നുള്ളത് ഒന്നിൻ്റെ നെയിമാണ്. അതേപോലെ കോയിൻസ് ഇറ്റ്സ് എ നെയിം. വിൻഡ് എന്നുള്ളത് ഇറ്റ്സ് എ നെയിം. നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രം നെയിം അല്ലല്ലോ, ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കും, അനിമൽസിനും ബേർഡ്സിനും എല്ലാത്തിനും ഓരോരോ നെയിം നമ്മൾ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു നെയിം ഉണ്ടെങ്കിൽ അത് നൗണാണ്. ഓക്കെ, സോ ആ നൗണിനെയാണ് നമ്മളിവിടെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ആൻഡ് ഫൈൻഡ് ഔട്ട് how the head words are described. And again you see here
So see, you can refer this table for the answer. Okay, and then next, read the story given below. Some words are underlined. Make the story more interesting by adding describing words to them similar to the ones you have listed above in the columns. Okay, and again they are giving a paragraph, a small story in that paragraph. Okay, so some words are underlined there. So underline ചെയ്ത words ഒക്കെ ഏതാണ്? Head words ആണ്. That is noun. Okay, name of something, or bird, eggs, nest, tree, chick, worms. So everything is a name, it's a noun ആണ്. ആ ഹെഡ് വേർഡിൻ്റെ മുന്നിൽ വി ഹാവ് ടു ആഡ് സച്ച് ഡിസ്ക്രൈബിങ് വേർഡ്സ് ലൈക്ക് വി ഡു ബിഫോർ. ഇവിടെയൊക്കെ എങ്ങനെ ഡിസ്ക്രൈബിങ് വേർഡ്സ് ആഡ് ചെയ്ത് അതുപോലെ തന്നെ വി ഹാവ് ടു ആഡ് ഇറ്റ് ഹിയർ. And we have to rewrite the paragraph here. Add describing words before the underlined words and rewrite the story. So here you have to rewrite the story. Okay, so a sparrow laid small eggs. So sparrow ന്റെ മുന്നിൽ what can we write? A little sparrow, അല്ലെങ്കിൽ a tiny sparrow. You can write anything. Okay, yes, little sparrow laid small എഗ്സ്. അപ്പോൾ എഗ്സ് പറയുമ്പോൾ എന്താ? 2 small eggs അല്ലെങ്കിൽ 3 small. You can give any number. Okay, in her in her tiny nest, otherwise in her beautiful nest, അങ്ങനെ എന്ത് വേണമെങ്കിലും we can write. On a tall tree, on a big tree, on a അങ്ങനെ എന്തെങ്കിലും. Begin again one word you can add. And then an egg hatched a chick. എ ചിക്ക് പുറത്തേക്ക് വരാണ്. എന്താ? എ ക്യൂട്ട് അല്ലെങ്കിൽ ലിറ്റിൽ ചിക്ക് പീപ്ഡ് ഔട്ട്. ദ സ്പാരോ ബ്രോട്ട് ഓംസ്. എങ്ങനെ കുറച്ച് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ എന്ത് പറയും? സം വോംസ് ഫോർ ദ ബേർഡി. ദ ബേർഡി ഏറ്റ് ദം വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ബീക്ക്. Okay, with its little beak. You can write anything. Okay, sharp ആയിട്ടുള്ള ബീക്ക് കൊണ്ടോ അല്ലെങ്കിൽ ലിറ്റിൽ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ബീക്ക്, anything you can write down. Then days passed by. One fine morning, otherwise one beautiful morning, one you can add any word. Okay, on sunny morning you can write anything. Then the mother sparrow flew out of the nest. The chick opened its cute eyes and looked out. She saw flowers, leaves and fruits. Okay, എന്തൊക്കെയാണ് കണ്ടത്? She saw many flowers, അല്ലെങ്കിൽ beautiful flowers, colorful flowers, 3 flowers. You can add anything. Okay, and then leaves, green leaves. Then and fruits in the മുന്നിൽ എന്താണ്? Colorful fruits, fleshy fruits. Okay, many fruits. You can add any word. Many fruits on plants and trees. She opened her wings and flapped them. Wings ന്റെ മുന്നിൽ എന്ത് ചെയ്യുക? She opened her small wings. She opened her tiny wings. Okay, she opened her colorful wings. You can write anything. Okay, so this ഇങ്ങനെ ഒരു വേർഡ് ആഡ്, ഒരു എക്സ്പ്ലെയിൻ, ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ആഡ് ചെയ്ത് you can rewrite the paragraph here again. Okay, see, you can see it once again. I am giving the answer. You just see the answer again and you have to rewrite it in your textbook. Okay children, and then this activity I have already told you to do in the beginning of this unit itself. I have made you to complete this activity 3 and activity 4. Activity 5 also we have already completed. Okay, we have to name the പ്രൊഫഷൻ. ഓക്കെ, ആ പ്രൊഫഷനുള്ള നെയിമുള്ള ഓക്കുപ്പേഷൻ ഏതാണോ പേര്, ആ പേര് വെച്ചിട്ട് വി ഹാവ് ടു കംപ്ലീറ്റ്. ഇഫ് എനിബഡി ഡിഡിൻ കംപ്ലീറ്റ് ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു can call me and for clear your doubts. Okay, the next activity 6. The postmaster in the story said, I wish I heard the faith of the man who wrote this letter. Okay, so the postmaster expressed his strong wish here. Now look at the following.
Suja has to do a project on the topic rivers of India, but she can't find any books to refer to. There is no library near her house. Look at how she expresses her wish. സോ ഇവിടെ ദ വേർഡ് ഐ വിഷ്, ഓക്കെ, ഈ ഐ വിഷ് എന്നുള്ള വേർഡ് ആക്ച്വലി ഇറ്റ്സ് യൂസ്ഡ് ടു എക്സ്പ്രസ്ഡ് ഫോർ ദ വിഷ് ദറ്റ് ഹാസ് നോട്ട് ഹാപ്പൺ. ഓക്കെ, ഒരു നടക്കാതെ പോയ ഒരു കാര്യത്തിന് നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് ഐ വിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഐ വിഷ് ഐ ഹേർഡ് പാസ്റ്റ് ദ എക്സാം. ഓക്കെ, എന്താണ്, ഞാൻ ആ എക്സാം പാസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അത് പാസ്സായിട്ടുണ്ടാവില്ല. ഓക്കെ, ഐ വിഷ് ഐ ഹേർഡ് പാൻ കേക്ക്. ഓക്കെ, എനിക്കൊരു പാൻ കേക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ പറ്റിയിട്ടില്ല. അതാണ്. ഓക്കെ, ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ബട്ട് അത് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഐ വിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഐ വിഷ് ഐ ഹേർഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോഡ് ദിസ് ലെറ്റർ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്ത് പറയുന്നു, അവിടെ ഈ ലെറ്റർ എഴുതിയ അയാൾക്കുള്ള അതേ ദൈവത്തിൻ്റെ മുകളിൽ ആ വിശ്വാസം എനിക്കുണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ അയാൾ ആഗ്രഹിക്കേണ്ടു. ഓക്കെ, അയാൾ അങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ ശരിക്കും അയാൾക്ക് അങ്ങനെ ഒരു ഫെയ്ത്ത് ഇല്ല, ബട്ട് അങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ള ലെവലിൽ അയാൾ ആഗ്രഹിച്ചു. അതാണ്. ഓക്കെ, സോ അപ്പോൾ അതേപോലെ ഇവർക്ക് ആ ബുക്ക് എന്താണ്, ആ റിവറിനെ പറ്റിയിട്ട് ഒരു പ്രോജക്റ്റ് റെഡിയാക്കാനുണ്ട്. സോ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ടാവണമെന്നുണ്ട്, ബട്ട് ലൈബ്രറി ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എന്താ എഴുതാൻ പറ്റുക, ഐ വിഷ് ഐ ഹേർഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. വാട്ട് വി റൈറ്റ്, ഐ വിഷ് ഐ ഹേർഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. ഓക്കെ, നിയർ മൈ ഹൗസ് എന്ന് എഴുതാം. ഓക്കെ, നിയർ മൈ ഹൗസ്. ഐ വിഷ് ഐ ഹേർഡ് എ ലൈബ്രറി നിയർ മൈ ഹൗസ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ലൈബ്രറി ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് അതേപോലെ, ടോം ആൾവേസ് തിങ്സ് ഓഫ് ബൈയിങ് എ ബൈസൈക്കിൾ, ബട്ട് ഹിസ് ഫാദർ സേസ് ഹി വിൽ ബൈ എ ബൈസൈക്കിൾ ഫോർ ഹിം ഓൺലി ആഫ്റ്റർ 2 years. ഹി ഫെൽറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യണം, ടോമിന് ബൈസൈക്കിൾ വാങ്ങിക്കണമെന്നുണ്ട്, ബട്ട് ഫാദർ വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ അവൻ എന്താ അയക്കുന്നത്, ഐ വിഷ് ഐ ഹേർഡ് എ ബൈസൈക്കിൾ, എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ശരിക്കും ടോമിൻ്റെ കയ്യിൽ ബൈസൈക്കിൾ ഉണ്ടോ, ഇല്ല, ജസ്റ്റ് ടയർ മാത്രമേ ഉള്ളൂ. സോ അവൻ അങ്ങനെ എന്നുള്ളത് ആഗ്രഹിച്ചു. ശരിക്കും അവൻ്റെ അടുത്തില്ല, ബട്ട് ആഗ്രഹിച്ചു. സോ ഇങ്ങനെയാണ്, ഇല്ലാത്ത കാര്യം നമ്മൾ ജസ്റ്റ് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഐ വിഷ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് എഴുതാം. സോ നെക്സ്റ്റ് നോക്ക്, അതേപോലെ ഹിയർ സുജ ആൻഡ് ടോം എക്സ്പ്രസസ് ദെയർ ഫീലിങ്സ് യൂസിങ് ഐ വിഷ്. Look at the pictures below. Complete the sentences beginning with I wish. So I wish, ആ മാൻ എന്താ ആഗ്രഹിക്കുക, അയാൾക്കൊരു പുതിയ ലോറി അല്ലെങ്കിൽ പുതിയ ഒരു കാർ, അതർവൈസ് പുതിയ ഒരു ട്രക്ക്, എന്ത് വേണമെങ്കിലും he can wish for, isn't it? So we can, I wish I heard a new lorry, I wish I heard a new car, I wish I heard a new bus. ബസ് വേണമെങ്കിലും ആഗ്രഹിക്കാം. ഓക്കെ, സോ ഐ വിഷ് ഐ ഹേർഡ് എ ബസ്. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് വി ക്യാൻ റൈറ്റ്. സോ ഐ വിഷ്, ഇവിടെ അയാൾ എന്ത് പറയുന്നു, ഐ വിഷ് ഐ ഹേർഡ് എ ന്യൂ ലോറി. Otherwise, I wish I heard a new car. You can wish for anything. Okay, I am just telling my opinion. You can write your own points. Okay, wherein I wish I heard എന്താ ട്രെയിനോ ബസ്സോ എയർപ്ലെയിനോ എന്ത് വേണമെങ്കിലും എഴുതാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വിഷ്. ഓക്കെ, നിങ്ങൾ അത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ യു ക്യാൻ റൈറ്റ് ഡൗൺ. ദെൻ നെക്സ്റ്റ് അതേപോലെ അവർ ആ ബോട്ട് ക്രോസ് റിവർ ക്രോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവൾ എന്തായിരിക്കും വിഷ് ചെയ്യുക, ഐ വിഷ് ഐ ഹേർഡ് എ, yes, boat. I wish I heard a boat to cross the river. I heard a boat മാത്രം എഴുതിയാലും മതി, otherwise you can add that also. I wish I heard a boat to cross this river. Okay, and then clear. Then next
ദ ബോയ് ആ ഫ്രൂട്ട് അവിടെ നിന്ന് പ്ലക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഐ വിഷ് ഐ ഹേർഡ് മരത്തിൻ്റെ മുകളിൽ കയറാൻ എന്താ വേണ്ടേ? യെസ്, ലാഡർ. ഐ വിഷ് ഐ ഹേർഡ് എ ലാഡർ. ഐ വിഷ് ഐ ഹേർഡ് എ ladder, ladder. I wish I heard a ladder. Okay, and then next the girl who is she is riding a bicycle. So അവൾ ബൈസൈക്കിൾ ഓടിക്കുമ്പോൾ അവൾ എന്തായിരിക്കും? ചിലപ്പോൾ ഒരു വണ്ടി ഉണ്ടായെങ്കിലോ അല്ലെങ്കിൽ കാറിൽ പോകാൻ പറ്റിയെങ്കിലോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. സോ ഐ വിഷ് ഐ ഹേർഡ് എ സ്കൂട്ടർ. ഐ വിഷ് വി ഹേർഡ് എ കാർ. ഓക്കെ, അങ്കിൾക്ക് ഒരു കാർ ഉണ്ടായാൽ മതിയായിരുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ അച്ഛൻ കൊണ്ട് വിടില്ലോ, അങ്ങനെ ആ ഒരു രീതിയിൽ. ഐ വിഷ് ഐ ഹേർഡ് എ സ്കൂട്ടർ. അതർവൈസ് ഐ വിഷ് ഐ ഹേർഡ് റീച്ച്ഡ് സ്കൂൾ ഏർലി. അങ്ങനെ എന്ത് വേണമെങ്കിലും യു ക്യാൻ. ഓക്കെ, യു ജസ്റ്റ് മേക്ക് യുവർ ഓൺ പോയിൻറ്റ്സ്. ദിസ് ഇസ് ജസ്റ്റ് എ പോയിന്റ് ദറ്റ് ഐ ആം ടെല്ലിങ്. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്, എൻ്റെ വിഷനെ പോലെ. യു ക്യാൻ റൈറ്റ് ആസ് യു വിഷ് ഇൻ ദിസ് ആൻസർ. ഓക്കെ, clear? So this is what you have to do it today. Okay, this is what you have to complete today. In this, if you have any doubt, you can call or you can send a message to me. So only 2 activities, no, 2 to 3 activities only you have to complete. This one kind of very simple ano. This table you have to complete and you have to write this paragraph once again. Then at last this activity also. So ഇതിൽ ഈ ആക്ടിവിറ്റി 4ഉം 5ഉം if you didn't complete till now, you just complete that also. Then one more activity is there, activity 7, that's a grammar topic, degrees of comparison. And then activity 7, some more activities are there that we can see in the next class. Okay, clear children? Thank you.